എൻ്റെ ഒരു കൂട്ടുകാരന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഇത് ഐഫോൺ വാങ്ങിച്ചാളാ? ഐഫോൺ വാങ്ങിച്ചത്. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ഒരു 10-12,000 രൂപയാണ് പുള്ളിക്കുള്ള ശമ്പളം. അപ്പൊ പുള്ളി പോയിട്ട് ലോൺ എടുത്തിട്ട് ഐഫോൺ വാങ്ങാൻ തീരുമാനിച്ചു. 12,000 രൂപ ശമ്പളമുള്ള ആള് 58,000 രൂപ ഐഫോൺ വാങ്ങാനായിട്ട് 8,000 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണം. അപ്പൊ ആ ഡൗൺ പേയ്മെന്റ് അടച്ചു. 8,000 രൂപ എങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ചിട്ടായി ഡൗൺ പേയ്മെന്റ് അടച്ച് 50,000 രൂപ ലോൺ എടുത്തു. ഈ 50,000 രൂപ ലോണിന് 5,800 രൂപയാണ് EMI. എന്ന് വെച്ചാൽ 10 മാസം കൊണ്ട് അടച്ചു തീർക്കണം. അപ്പൊ 10 മാസം കൊണ്ട് അടച്ചു കയറുമ്പോ 58,000 രൂപ അടയ്ക്കണം. എന്ന് വെച്ചാൽ 8,000 രൂപ പലിശയും കൊടുക്കണം. ഇതിന്റെ കാര്യം പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ ഐഫോൺ പോയി. ഇപ്പൊ പുള്ളി EMI അടച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എപ്പോഴും ഒരു ഇൻകം കിട്ടുമ്പോൾ നമ്മൾ ആ ഇൻകത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടൊന്ന് നമ്മൾ തയ്യാറാണോ? ഉയർന്ന രീതി തിങ്ക് ചെയ്യാൻ പഠിച്ചോ, ദാറ്റ്സ് ഓക്കെ. പക്ഷേ വാങ്ങുന്ന നമ്മുടെ അടുത്തുള്ള എന്താ പറയാ വസ്ത്രവും, നമ്മുടെ അടുത്തുള്ള ഫോണും, നമ്മുടെ അടുത്തുള്ള ബൈക്കും കാണിച്ചിട്ട് നമ്മൾ വലിയ ചിന്താഗതിയാണെന്ന് കാണിക്കണ്ട. ഇതെല്ലാനും ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാ. ഇപ്പൊ നമ്മൾ ഈ കടം വാങ്ങിയ സാധനം കട്ടുകൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ പോയി. ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പറയും, ഒരു പയ്യന് ഐഫോൺ വാങ്ങാനുള്ള ആഗ്രഹം നിങ്ങൾ തകർത്തു അല്ലെങ്കിൽ ചീത്തയാണെന്ന് വിചാരിക്കണതല്ല ഇവിടുത്തെ വിഷയം. പറഞ്ഞാൽ ഐഫോൺ വാങ്ങിക്കോളൂ, നമുക്ക് ഒന്ന് സമ്പാദിച്ചിട്ട് ആ ഒരു റേഞ്ചിൽ എത്തുമ്പോ ഐഫോൺ വാങ്ങിക്കോളൂ.